ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല അൽ-ബാഇസ് അലാ ഇൻകാരിൽ ബിദ്അഇ വൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൻ്റെ 23-ാമത്തെ പേജിലും 24-ാമത്തെ പേജിലൊക്കെ ചില മഹാന്മാരുടേതെന്ന് പറയപ്പെടുന്ന ഖബറുകളുടെയോ അല്ലെങ്കിൽ മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളെയോ ബന്ധപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പുണ്യമായി പഠിപ്പിക്കാത്ത പല വിഷയങ്ങളെയും പുണ്യകരമാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ നടത്തപ്പെടുന്ന ദുരാചാരങ്ങളെ വിമർശിച്ചപ്പോൾ മഹാന്മാരായ ആളുകളുടെ ഖബറുകൾ കെട്ടിപ്പൊന്തിക്കുന്നതും അതിനു മുകളിൽ കുബ്ബയുണ്ടാക്കുന്നതും മറ്റും തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് പലരും സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഷാഫിഈ മദ്ഹബിലെ പ്രമുഖരായ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു എന്ന് നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് വായിക്കാം. ഞാനിവിടെ മുകളിൽ പോസ്റ്റ് ചെയ്തത് ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ എന്നറിയപ്പെടുന്ന അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹുവിന്റെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിന്റെ 3-ാം വാള്യത്തിലെ ചില പേജുകളാണ്. അതിൽ ധാരാളം ഭാഗങ്ങൾ ഞാൻ ചുവന്ന വര കൊണ്ട് അടിവരയിട്ടിട്ടുണ്ട്. മുതഅല്ലിമീങ്ങൾക്കും പണ്ഡിതന്മാർക്കും ആ ഭാഗങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കുന്നത് അവരവർക്ക് നല്ലത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചുരുക്കം ചില ഭാഗങ്ങൾ ഇപ്പോൾ വിവരിക്കുന്നു, ബാക്കി ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിവരിക്കാം. ഈ കിതാബിലെ 3-ാം വാള്യം 173-ാമത്തെ പേജിൽ ഖബർ ചെയ്യപ്പെടുന്നതിന്റെ മര്യാദകളൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ വയുറുഫുൽ ഖബറു ഇല്ലം യുഖ്ശ നബ്ശുഹു മിൻ നഹ്വി കാഫിരിൻ ഔ മുബ്തദിഇൻ ഔ സാരിഖിൻ ശിബ്റൻ ഫഖത്ത്. കള്ളന്മാരോ അല്ലെങ്കിൽ പുത്തനാശയക്കാരോ അവിശ്വാസികളോ ഖബർ മാന്തി അതിനെ ബഹുമാനത്തിന് ഭംഗം വരുത്തുമെന്ന് ഭയപ്പെടുന്നില്ലെങ്കിൽ ഖബറിനെ ഒരു ചാൺ ഉയർത്തപ്പെടേണ്ടതാണ്. അഥവാ ഇവിടെ ഇങ്ങനെ ഒരു ഖബറുണ്ടെന്ന് തിരിഞ്ഞാൽ ആ ഖബർ മാന്തുകയോ അതല്ലെങ്കിൽ അതിനെ പുറത്തെടുത്ത് അവഹേളിക്കുകയോ ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലക്ക് ആ ഖബറിനെ മാന്തുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഖബർ അവിടെ ഉള്ളത് മറ്റാർക്കും തിരിയാത്ത രൂപത്തിൽ ഭൂനിരപ്പിൽ അതിനെ നിരപ്പാക്കപ്പെടേണ്ടതാണ്. ഇനി അങ്ങനെ ഒരു ഭയമൊന്നും ഇല്ലെങ്കിൽ അവിടെ ഒരു ചാണ് മാത്രം ഖബറിനെ ഉയർത്തപ്പെടേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാഹുവിന്റെ മിൻഹാജിന്റെ ഇബാറത്ത് വയുർഫഉ ശിബ്റൻ ഫഖത്ത്, ഒരു ചാണ് മാത്രം ഉയർത്തപ്പെടേണ്ടതാകുന്നു. തഖരീബൻ അത് സെന്റിമീറ്ററും മില്ലിമീറ്ററും ഒക്കെ വെച്ച് കൃത്യമാക്കണമെന്നില്ല, ഏകദേശം. എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ചാണ് ഉയർത്തപ്പെടുന്നത്? ലിയുഅറഫ, അങ്ങനെ അവിടെ ഒരു ഖബറുണ്ട് എന്ന് മനസ്സിലാക്കപ്പെടാൻ വേണ്ടിയും ഫയുസാറ, സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടിയും വയുഹത്തറമ, അവിടെ മറ്റ് സ്ഥലങ്ങളിൽ കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ വിസർജിക്കപ്പെടുന്നത് പോലെ വിസർജിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ ഖബറിന് നൽകപ്പെടേണ്ട പരിഗണന നൽകപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യമോ ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ഖബറുണ്ട് എന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു ചാണ് ഉയർത്തപ്പെടേണ്ടതാണ്. നാം ഇത് പറയുമ്പോൾ ഇതൊക്കെ സാധാരണക്കാരുടെ ഖബറിന്റെ അവസ്ഥയാണ്, മഹാന്മാർക്ക് ഇതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരണ തൊഴിലാളികൾ വരാറുണ്ട്. എന്നാൽ ഇബ്നു ഹജർ റഹിമഹുല്ല തുടർന്ന് പറയുന്നത് കാണുക. സ്വഹീഹായി വന്നിട്ടുണ്ട് അന്ന ഖബറു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ റുഫിഅ നഹു ശിബിരിൻ, ഒരു ചാണിന് ഏകദേശം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനെ ഒരു ചാണാണ് ഉയർത്തപ്പെട്ടത് എന്ന് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ അവിടുത്തെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഗ്രന്ഥത്തിലൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ സഹാബത്തുൽ കിറാം മറവ് ചെയ്തപ്പോൾ ഒരു ചാണ് മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ ശിബ്റൻ ഫഖത്ത്, ഒരു ചാണ് മാത്രം ഉയർത്തപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാളും വലിയ മഹത്വമുള്ള ആളുകൾ വരികയും സഹാബത്തുൽ കിറാമിനേക്കാളും വലിയ മഹത്വമുള്ള ആളുകൾ അത്തരം ആളുകളെ കവറടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ ചെയ്യാമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തുൽ കിറാം മറവ് ചെയ്തപ്പോൾ ഒരു ചാണ് മാത്രമാണ് ഉയർത്തിയിട്ടുള്ളത് എന്ന് സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞത് സമൂഹം മനസ്സിലാക്കുന്നത് അവരവർക്ക് നല്ലത്. ഇനി ഫൈനുഹ്തീജ ഇലാ റഫീ ശിബ്റൻ ലി തുറാബിൻ ആഖർ, ഈ ഒരു ചാണ് ഉയർത്താൻ വേണ്ടി ഖബർ കുഴിക്കുമ്പോഴുള്ള മണ്ണിനേക്കാളും കൂടുതൽ
മണ്ണ് ആവശ്യമായി വരികയാണെങ്കിൽ ഖബറിൽ കുഴിച്ച മണ്ണിനേക്കാളും കൂടുതലായി അവിടെ ഇടുന്നത് കൊണ്ട് വിരോധം ഇല്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ വിവരിക്കുന്നു. വസ്സഹീഹു, മാത്രമല്ല പ്രബലമായ അഭിപ്രായം അന്ന തസ്തീഹു ഔലാ മിൻ തസ്നീമിഹി, ഖബറിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ചു വെക്കുന്ന നിലക്ക് കൂമ്പാരമായി ഇടുന്നതിനേക്കാളും നല്ലത് മുകൾ നിരത്തി വെക്കലാകുന്നു. ഖാസിം ഇബ്നു മുഹമ്മദ് എന്ന തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതിന് വേണ്ടി അന്ന അമ്മത്തഹു ആയിഷ റളിയല്ലാഹു അൻഹ എന്ന തന്റെ പിതൃ സഹോദരി കശഫത്ത് ലഹു അൻ ഖബരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഖബരി സാഹിബൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖബർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഖാസിം ഇബ്നു മുഹമ്മദ് എന്നവർക്ക് കാണിച്ചു കൊടുത്തു. ഫഇദാ ഹിയ മുസത്തഹത്തുൻ മബ്തൂഹത്തുൻ ബി ബത്ഹായിൽ അർസത്തിൽ ഹംറാ, ചെറിയ ചുവന്ന ചരൽക്കല്ല് കൊണ്ട് മുകൾ ഭാഗം നിരത്തിയിട്ടായിരുന്നു ആ ഖബർ ഉണ്ടായിരുന്നത് എന്ന് സഹീഹായി വന്നിട്ടുണ്ട്. റിവായത്തുൽ ബുഖാരി അന്നഹു മുസന്നമുൻ. എന്നാൽ ഇമാം ബുഖാരി റഹിമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറു ഷരീഫ് മുകളിൽ തസ്നീമാക്കപ്പെട്ടിട്ടുണ്ട്, അവ കൂർപ്പിച്ചിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞത് ഹമലഹൽ ബൈഹഖി ഇമാം അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അല അന്ന തസ്നീമഹു ഹാദിസുൻ, ആ കൂർപ്പിച്ചു വെക്കുക എന്ന് പറയുന്നത് പിന്നീടുണ്ടായതാണ്. ലമ്മ സഖത്ത ജിദാറുഹു, റൗള ഷരീഫിൻ്റെ മതിൽ പൊളിഞ്ഞു വീണപ്പോൾ, വ ഗുസ്ലിഹ, ആ ഭാഗമൊക്കെ പിന്നീട് നന്നാക്കപ്പെട്ടപ്പോൾ, സമനൽ വലീദിന്റെ ഭരണകാലത്ത്, വഖീല ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണെന്നും പറയപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് മണ്ണിൽ നിന്ന് ഒരു ചാണ് ഉയർത്തിയിട്ട് മുകൾ ഭാഗം നിരത്തിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നതാണ് പ്രബലമായ അഭിപ്രായമെന്ന് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരുന്നു. എന്നാൽ മുകൾ ഭാഗം നിരത്തി വെക്കുക എന്ന് പറയുന്നത് റാഫിദിയാക്കളാകുന്ന ആശയക്കാരുടെ സ്വഭാവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നാം അത് ചെയ്യരുത് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. അഥവാ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം പുത്തനാശയക്കാരുടെ ഒരു ചര്യയായി മാറിക്കഴിഞ്ഞാൽ പിന്നീടത് നാം ചെയ്യാൻ പാടില്ല എന്ന് ചില ആളുകൾക്ക് തെറ്റായ ധാരണയുണ്ട്. ആ ധാരണ കൂടി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമുള്ള ഇവിടെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ആ പരിപാടി റാഫിദിയാക്കളുടെ പരിപാടിയാണെങ്കിലും ലി അന്ന സുന്നത്ത ലാ തുത്രഖു ലി ഫിഅലി അഹ്ലിൽ ബിദ്അത്തി ലഹാ, ഏതെങ്കിലും ബിദ്അത്തിന്റെ ആളുകൾ ഒരു സുന്നത്തായ കാര്യം ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് നാം ആ സുന്നത്തായ കാര്യം ഉപേക്ഷിക്കേണ്ടതില്ല. സുന്നത്താണെന്ന് സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിൻ്റെയും ചര്യയിൽപ്പെട്ടതാണെന്ന് സ്ഥിരപ്പെട്ട ഏതൊരു വിഷയത്തെയും പിന്നീട് വന്ന പുത്തൻവാദികൾ ചെയ്യുന്നുണ്ടല്ലോ, അത് അവരെ പോലെ ആയി പോവില്ലേ, നാം ഇങ്ങനെ പറഞ്ഞാൽ അത് പുത്തൻവാദികൾ പറയുന്നത് പോലെ ആയിപ്പോയില്ലേ എന്നൊക്കെ ചില ആശങ്കകൾ പലരും പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. ആ ആശങ്കകൾ ആസ്ഥാനത്താകുന്നു. ഏത് വിഷയമാണെങ്കിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് റാഫിദിയാക്കൾ ചെയ്യുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുത്തനാശയക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതി നാം അതിനെ മാറ്റിവെക്കേണ്ടതില്ല എന്നുകൂടി ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നു. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത വോയിസിൽ.